എവ്രിവൺ, നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിൽ എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഫ്രേസൽ വെർബ്. എല്ലാ എക്സാമിനും ചോദിക്കുക. അപ്പോൾ 5 മാർക്സ് ഉറപ്പിക്കാൻ വേണ്ടി വെറും 10 മിനിറ്റ് ഈ ക്ലാസ് കണ്ടാൽ മതി. അതിൽ സാർ പഠിപ്പിച്ചു തരും ഫ്രേസൽ വെർബ്സ് ഇൻ 10 മിനിറ്റ്സ്. ഓക്കെ, ഇതൊരു ഡീറ്റെയിൽ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഫുൾ അടിപൊളിയായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ PYQs വരെ നിങ്ങൾക്ക് കാണിച്ചു തരും വിത്ത് ക്വസ്റ്റൻസ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ മറക്കുന്ന നോട്ട്സ്, കാരണം എക്സ്ട്രാ ക്വസ്റ്റൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, എന്താണ് ഫ്രേസൽ വെർബ് മക്കളെ? ഒരു വെർബ് ഒരു ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കും. വെർബ് മാത്രമല്ല, അപ്പോൾ പ്രത്യേക മീനിങ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താ? പൊട്ടിച്ച് പുറത്ത്. അതല്ല ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. സ്പെഷ്യൽ മീനിങ് ഉണ്ട് ക്യാരി ഓൺ. കൊണ്ടുപോയി അതിന് മേലെയോ, ക്യാരി ഓൺ. അങ്ങനെയല്ല, നമ്മൾ നടന്നുകൊണ്ട് പോകുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാന്ന് പറയാം. അതിന് സ്പെഷ്യൽ മീനിങ്സ് ഉണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ട് മേലേക്കോ അല്ലെങ്കിൽ കൊടുക്കുക മേലേക്കാണ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തി പോവുക. ഓക്കെ, അങ്ങനെ കുറേ മീനിങ്സ് ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറേ ഫ്രേസ് വെർബ്സ് ഞാൻ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഇവിടെ PDF ആയിട്ട് തന്നിട്ടുണ്ട്. നോട്ട്സ് ചെക്ക് ചെയ്യാൻ കാരണം എക്സ്ട്രാ അവിടെ ഉണ്ട്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഈ പേജിലുള്ളത് പഠിക്കണം. എക്സാമിന് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക. ഓക്കെ, സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാക്കി വെക്കുക. സെറ്റപ്പ് ന്യൂ കമ്പനി. ഐ എം സെറ്റിംഗ് അപ്പ് ന്യൂ കമ്പനി, അല്ലെങ്കിൽ സെറ്റിംഗ് അപ്പ് ന്യൂ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയണം. ഓക്കെ, സെറ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്രൂപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുന്നോട്ട് വെക്കുക. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നാളെ ബിരിയാണി കഴിക്കാനുള്ള ഐഡിയ അച്ഛനോട് പുട്ട് ഫോർവേഡ്. ഐ പുട്ട് ഫോർവേഡ് ദി ഐഡിയ. ഓക്കെ, മേക്കപ്പ് വൺസ് മൈൻഡ്. തീരുമാനിക്കുക. പ്ലീസ് മേക്കപ്പ് യുവർ മൈൻഡ് എന്ന് പറയില്ലേ? ഓക്കെ, മേക്കപ്പ് ഇടാനല്ല. ഓക്കെ, ഡീൽ വരുന്നതാണ് സഹിക്കുക, അല്ലെങ്കിൽ എന്താണ് അത് ഹാൻഡിൽ ചെയ്യുക. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ സഹിക്കുക. റീച്ച് ഔട്ട് എന്ന് പറയുന്നതിൽ സഹായത്തിന് പുറത്തേക്ക് ടോളർ എന്നൊക്കെ കോൺടാക്ട് ഓർ ഓഫർ ഹെൽപ്പ് ടു സമൺ. ഓക്കെ, റീച്ച് ഔട്ട്. ടു ബി ടേക്കൺ ബാക്ക് എന്ന് പറയുമ്പോൾ പുറകിലേക്ക് ഇങ്ങനെ ആവുക. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷോക്ക് പോലെ തന്നെ. ഓക്കെ, ഷോക്ക് പോലെ തന്നെ. അങ്ങനെ കുറേ ഉണ്ട്. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ. ഫയർ അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? പറ, നീ ധൈര്യത്തോടെ പറ. ഫയർ അവേ എന്ന് പറയും. ഓക്കെ, ബേസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക അല്ലെങ്കിൽ കരയുക. ഓക്കെ, കം അക്രോസ് എന്ന് പറയുമ്പം ഐ കെയിം അക്രോസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്നെങ്കിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വായിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ, അപ്പോൾ ഒരു ഐ കെയിം അക്രോസ് എ റീൽ ബൈ അലൻ സർ. അപ്പോൾ പെട്ടെന്ന് കണ്ടുപോയി. അല്ലെങ്കിൽ നമ്മളെന്താണ് മീറ്റിംഗ് എ ഫ്രണ്ട് ബൈ ചാൻസ് എന്നൊക്കെ പറയാം. ഓക്കെ, എന്താണ് പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്മിസ് അല്ലെങ്കിൽ എന്നൊക്കെ. ഓക്കെ, ഇതുപോലെ ഇത് വായിക്കണം, നിങ്ങൾ ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പഠിക്കുന്നതിനേക്കാളും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോരാതെ ബ്രിങ് വെച്ചിട്ടും ടേൺ വെച്ചിട്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിഗർ ഔട്ട് വെച്ചിട്ടുണ്ടോ? ഔട്ട് വെച്ചിട്ട് എൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അപ്പ് വെച്ചിട്ട് എൻഡ് ചെയ്യുന്നുണ്ട്. ഒക്കെ ഒന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം ബൈ ഹാർട്ട് പഠിക്കുക, ഒന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ. ഓക്കെ, അപ്പോൾ നോട്ട് ഡൗൺലോഡ് ചെയ്യുക, കാരണം പുട്ട് വെച്ചിട്ടുള്ള എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നും വിത്ത് മീനിങ് ഡിസ്കസ് ചെയ്ത് പോകും. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ചെയ്യണം. ഓക്കെ, റെഡി. ബബ്ലു വാസ് വറീഡ് ദാറ്റ് ഗൗരി മൈറ്റ് ഡാഷ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ. ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ ഷോക്ക് ആവുക. കം ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കം ഡൗൺ വിത്ത് ഫീവർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താ അസുഖം വരിക, അങ്ങനെയൊക്കെ പറയാം. പുട്ടപ്പ് വെച്ച് പറയുമ്പോൾ സഹിക്കുക. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടു പോവുക. ഗോ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയൊക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഓർഗനൈസ് ചെയ്യുക. ഓക്കെ, നോക്കിയേ, ഗൗരി മൈറ്റ് ബി വിത്ത് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? പുട്ടപ്പ് വിത്ത് അല്ല, സഹിക്കുകയല്ല, കം ഡൗൺ. അപ്പോൾ അതാണ് അസുഖം വരിക, അല്ലെങ്കിൽ കം ഡൗൺ ആവുക. കം ഡൗൺ വിത്ത്. ഓക്കെ, കം ഡൗൺ വിത്ത്. ഓക്കെ, കം ഡൗൺ വിത്ത്. ഓക്കെ, ഇനി വിത്ത് ഇൻഫെക്ഷൻസ്. ഇഫ് ഷീ ഡാഷ് യൂസിങ് ഡേർട്ടി റാഗ്സ്. അപ്പോൾ കം ഡൗൺ കഴിഞ്ഞു. ടേക്കൺ ബാക്ക് എന്ന് പറഞ്ഞാൽ ഷോക്ക്, അതിവിടെ വരില്ല. പുട്ടപ്പ് സഹിക്കുക, ഡേർട്ടി തുണികൾ സഹിക്കുക അല്ല. ഗിവ് അപ്പ് വിട്ടു കൊടുക്കുകയാണ്. എടാ, അവൾ ഗിവപ്പ് തുണികൾ എങ്ങനെ വിട്ടു കൊടുക്കാല്ല. ഗോ ഓൺ. വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ, വൃത്തികെട്ട തുണികൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ അതാണ് ഗോ ഓൺ. യെസ്, വെരി ഗുഡ്. അടുത്തത്, വെൻ ഹി വെന്റ് ടു എ നിയർ ബൈ സ്റ്റോർ ടു ഗെറ്റ് എ പാക്ക് ഓഫ് നാപ്കിൻസ് ഫോർ ഹെർ. ഓക്കെ, ഹി വാസ് ഡാഷ് ബൈ ദി എക്സോർബിറ്റന്റ് പ്രൈസസ്. ഭയങ്കര പൈസ കണ്ടിട്ട് എന്താണ്? സഹിക്കുകയാണോ? സെറ്റപ്പ് പുതിയ കമ്പനി ഉണ്ടാക്കുകയാണോ? ടേക്കൺ എ ബാക്ക്. ഷോക്ക്ഡ്. അപ്പോൾ ഷോക്ക്ഡ് എന്ന് പറയുമ്പോൾ ടേക്കൺ എ ബാക്ക്. ഓക്കെ, ടേക്കൺ എ ബാക്ക്. ഇത്ര പൈസ കൊണ്ടിട്ട് എന്താണ്? അതാണ് ടേക്കൺ എ ബാക്ക്. ഓക്കെ, ഇനി ബബ്ലു ഡിസൈഡഡ് ടു ഡാഷ് എ ന്യൂ പ്രോജക്റ്റ്. പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ ടു മേക്ക് നാപ്കിൻസ് അഫോർഡബിൾ. അത് പുതിയൊരു പ്രോജക്റ്റ് സഹിക്കുകയാണോ, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയാണോ, അല്ലെങ്കിൽ സെറ്റപ്പാണോ? പുതിയൊരു പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യല്ലേ, അപ്പോൾ സെറ്റ് അപ്പ്. ഓക്കെ, although his family and friends advised him to dash his strange experiments, he continued. പുതിയ എക്സ്പെരിമെൻറ്റ്സ് സഹിക്കുകയാണോ, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയാണോ, വിടുകയാണോ? അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ സഹിക്കുക അല്ലെങ്കിൽ വിടുക. ഇത് വർക്കാവില്ല, ഗിവ് അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക, മീനിങ്സും കൊടുത്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ 6 എണ്ണം 5 എണ്ണം പഠിച്ചിരിക്കണം മിനിമം. ഇങ്ങനെ പഠിക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. നോക്കിയേ, ശ്രീകാന്ത് ബോല returned to India dash. Okay, dash
all the opportunities in America. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ശ്രീകാന്ത് റിട്ടേൺ ടു ഇന്ത്യ. ഓക്കെ, നോക്കിയാൽ സെറ്റപ്പ് ഓൾ ദി ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യ ആണോ, ഡീൽ വിത്ത് ആണോ, റീച്ച് ഔട്ട് ആണോ, ഗിവ് അപ്പ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഗ്രാമർ കറക്റ്റ് അല്ല. ചില ഓപ്ഷൻസിൽ നമുക്ക് കറക്റ്റ് ഗ്രാമർ ഇവിടെ നോക്കിയാൽ ശ്രീകാന്ത് പോലെ റിട്ടേൺ ടു ഇന്ത്യ ഡാഷ് ഓൾ ഓപ്പർച്യൂണിറ്റീസ് ഇൻ അമേരിക്ക. അപ്പോൾ ഇന്ത്യയിൽ വരാൻ കാരണം അമേരിക്കയിൽ ഓപ്പർച്യൂണിറ്റീസ് സെറ്റിംഗ് അപ്പ്, അവിടെ പുതിയ കമ്പനീസാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആക്കണം. കം അക്രോസ് എല്ലാം കണ്ടുപോയോണ്ടാണോ, അല്ലെങ്കിൽ എല്ലാം എന്താണ് ഡീൽ ചെയ്തുകൊണ്ടാണോ, അല്ലെങ്കിൽ എല്ലായിടത്തും പുറത്ത് പോയി എന്താണ് റീച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോവുക കാണുക, അല്ലെങ്കിൽ റീച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിനൊക്കെ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഗിവ് അപ്പ് ആണോ? ഗിവ് അപ്പ് ചെയ്തു. അമേരിക്കയിലെല്ലാം വിട്ടു, ഗിവ് അപ്പ് ചെയ്തു, അടുത്തു ഞാൻ അമേരിക്കയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗിവിങ് അപ്പ് അവർ. വെറും ഗിവ് അപ്പ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കില്ല. ശ്രീകാന്ത് ബോല റിട്ടേൺ ടു ഇന്ത്യ ഗിവ് അപ്പ് ഓൾ ഓപ്ഷൻസോ, ഗിവിങ് അപ്പ് ഓൾ ഓപ്ഷൻ എല്ലാം വിട്ടിട്ട്. ഓക്കെ, ആഫ്റ്റർ ഗിവിങ് അപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗിവിങ് അപ്പ് എന്ന് പറയാം. ഓക്കെ, ഹിസ് എയിം വാസ് ടു ഡാഷ് ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പ്രൊവൈഡിങ് ദം വിത്ത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അവരെ കം അക്രോസ് ചെയ്യാനോ അല്ല, അവരെ സെറ്റപ്പ് ചെയ്യാനാണോ അല്ല, അവരെ ഡീൽ വിത്ത് ആണോ, അവർ റീച്ച് ഔട്ട് ചെയ്യാനല്ലേ. റീച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിന് ചോദിക്കല്ലേ ഓഫർ ചെയ്യുക. അപ്പോൾ റീച്ച് ഔട്ട് അവരെ അപ്പോൾ റീച്ച് ഔട്ട് ടു റീച്ച് ഔട്ട്. അപ്പോൾ റീച്ച് ഔട്ട് അവിടെ തന്നെ റീച്ച് ഔട്ട്, റീച്ചിങ് ഔട്ട് വേണ്ട. ഹിസ് എയിം വാസ് ടു റീച്ച് ഔട്ട്, ടു റീച്ചിങ് ഔട്ട് വരൂല. പ്രൊവൈഡിങ് എംപ്ലോയീസ് ടു ഫോർ ദാറ്റ് പർപ്പസ് ഹി ഡാസ് ബോട്ട്ലാൻഡ് ഇൻഡസ്ട്രീസ്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് റീച്ച് ഔട്ട് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. അപ്പം അവിടെ ബോട്ട്ലാൻഡ് ഇൻഡസ്ട്രീസ് അയാൾ സെറ്റപ്പ് ചെയ്തു, തുടങ്ങി, കം അക്രോസ് അതിൽ കൂടെ കണ്ടുപോയി, അല്ലെങ്കിൽ ഡീൽ സഹിച്ചു. എന്താണ് വളരെ സിമ്പിൾ, സെറ്റപ്പ് അല്ലേ. ഹി സെറ്റപ്പ് ഒരു കമ്പനി ഉണ്ടാക്കി. ഓക്കെ, ഇനി മോർ ദാൻ 150 ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ ആർ നൗ എംപ്ലോയിഡ് ഇൻ ദ ഫേം പ്രൊവൈഡിങ് ദം എ ബെറ്റർ വേ ടു ഡാഷ് ദെയർ ലൈഫ്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പ് കൂടെ ലൈഫ് ഇങ്ങനെ പോവോ, അല്ലെങ്കിൽ അത് കാണുമോ, ആണോ, അല്ല, ഡീൽ വിത്ത് അവരെ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹാൻഡിൽ ചെയ്യാൻ, ഡീൽ വിത്ത്. ഓക്കെ, വേ ടു ഡീൽ വിത്ത് ദെയർ ലൈഫ്. അപ്പോൾ കം അക്രോസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വേറെ 5 കൂടി പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഫുൾ കാര്യങ്ങൾ അവിടെ നേരത്തെ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, റെഡി. അപ്പം ഇവിടെ നോക്കുക, നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ തരുന്നുണ്ട്. ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്ലീസ് കമൻറ്റ് യുവർ ആൻസേഴ്സ്. ഇത് കമൻറ്റ് ചെയ്യുക ആൻസേഴ്സ്. ഇതും കൂടി പഠിക്കുക. ഇഡിയംസ് അല്ലെ ഫ്രേസൽ വെർബ്സിനും മേക്കപ്പ് വൺസ് മൈൻഡ് തീരുമാനിക്കാം, ഡിസൈഡ് ചെയ്യുക. ഫയർ അവേ, പൊട്ടി പറഞ്ഞു ഞാൻ മീനിങ്. ഓക്കെ, പുട്ട് ഫോർവേഡ് എന്ന് പറയുമ്പോൾ ആ ഐഡിയ മുന്നോട്ട് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ബേസ്റ്റ് ഔട്ട്, പുട്ട് വീണ്ടും. ഓക്കെ, ആൻഡ് എന്താണ് കരച്ചിലാ, സന്തോഷം. പുട്ട് ഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ മീനിങ് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസേഴ്സ് പേടിക്കേണ്ട, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പഠിക്കുക. ആൻസർ അടുത്ത പേജിൽ PDF ഉണ്ടാവും, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, പഠിക്കുക. ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഫ്രേസൽ വെർബ് പഠിക്കുന്നു, കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ച് ശരിയാവുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ആൻസർ കമൻറ്റും കൂടി ചെയ്യാം. ബൈ ബൈ.